Good morning, everybody. Today, let us do another short story. A pair of mustachios. A pair of mustachios by Mulk Raj Anand. The writer of the short story is Mulk Raj Anand. You might have heard of him. He was born in the year 1905 and died in 2004. You know, mustache. Mustache has two spelling notes. രണ്ട് തരം സ്പെല്ലിങ്ങുകളുണ്ട് മുസ്താഷിന്. MUSTACHE എന്നുള്ളത് അമേരിക്കൻ സ്പെല്ലിങ്. MOUSTACHE എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൊണൗൺസ്ഡ് ഇൻ അതർ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഏരിയാസ്. മറ്റ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഏരിയാസിലെ സ്പെല്ലിംഗ് ആണ് MOUSTACHE എന്നുള്ളത്. സോ ബോത്ത് ആർ കറക്റ്റ്, രണ്ടും ശരിയാണ്. നിങ്ങൾ ഒന്നുകിൽ MUSTACHE എന്ന് ഉപയോഗിക്കുക, ഓർ യു ക്യാൻ യൂസ് MOUSTACHE എന്ന് ഉപയോഗിക്കുക. എന്തായാലും ഇറ്റ് ഈസ് ദി ഹെയർ വിച്ച് ഈസ് ഗ്രോൺ എബോവ് അവർ അപ്പർ ലിപ്പ്. ഈ മീശയ്ക്കാണ് മുസ്താഷ് എന്ന് പറയുന്നത്. പിന്നെ സൈഡിൽ വളരുന്ന രോമങ്ങൾക്ക് വിസ്കേഴ്സ് എന്ന് പറയും, കൃതാവ് എന്ന് പറയുന്നത്. എ പെയർ ഓഫ് മുസ്താഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു ജോഡി മുസ്താഷ്യൂസ് എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗത്തുമുള്ള, നമ്മുടെ അപ്പർ ലിപ്പിൻ്റെ മുകളിൽ രണ്ട് ഭാഗത്തായിട്ടും കാണപ്പെടുന്ന, ചിലർക്ക് നമുക്കൊരു വെട്ട് കാണുമല്ലോ, ചാർലി ചാപ്ലിൻ ടൈ പോലെ, അതുപോലെയുള്ള ഈ രണ്ട് ഭാഗത്തും കാണുന്ന മുസ്താഷാണ് എ പെയർ ഓഫ് മുസ്താഷ്യൂസ്. സോ ദി ഓദർ ഈസ് വൺസ് അഗൈൻ മുൽക്ക് രാജ് ആനന്ദ്. Mulk Raj Anand is a prominent Indian author of a wide range of novels, short stories and critical essays in English. So he was a versatile genius or a many-sided personality in the sense that he was a prominent Indian author of a wide range of novels, short stories and critical essays in English. He is well known for his realistic and sympathetic portrayal of the poor in India, the poor people, the poor in India. ഇന്ത്യയിലെ പാവങ്ങൾ അല്ലെങ്കിൽ തൊഴിലാളി വർഗം, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ. അപ്പോൾ ഇന്ത്യയിലെ പാവങ്ങളുടെ വളരെ സിമ്പത്തറ്റിക്കായ, യഥാർത്ഥമായ, റിയലിസ്റ്റിക്കായ ചിത്രീകരണത്തിൽ വളരെ പ്രശസ്തനായിരുന്നു അദ്ദേഹം. ഹി വാസ് എഡ്യൂക്കേറ്റഡ് ഇൻ ഇന്ത്യ ആൻഡ് ഇംഗ്ലണ്ട്. പ്രാഥമിക വിദ്യാഭ്യാസം ഇന്ത്യയിൽ, ഉപരിപഠനം ഇംഗ്ലണ്ടിൽ. ഹി വാസ് എഡ്യൂക്കേറ്റഡ് ഇൻ ഇന്ത്യ ആൻഡ് ഇംഗ്ലണ്ട്. Mulk Raj Anand started writing stories and novels in his early youth. ചെറുപ്പകാലത്തിലെ നോവൽസും സ്റ്റോറീസും എഴുതാൻ തുടങ്ങി. Some of his better known novels are, you might know, The Coolie and The Untouchable. The Coolie and The Untouchable. These are the two famous novels by him. He is considered the founder of English language Indian novel. English languageലുള്ള ഇന്ത്യൻ നോവലിൻ്റെ സ്ഥാപകനായിട്ടാണ് മുൽക്ക് രാജ് ആനന്ദ് അറിയപ്പെടുന്നത്. He is known as, or he is considered as the founder of English language Indian novel. His daring realism, his courageous, brave portrayal of realism and his sympathy for the poor, I have already mentioned. His daring realism and his sympathy for the poor have made him a popular author. അദ്ദേഹത്തിൻ്റെ ധീരമായ, യഥാർത്ഥമായ ചിത്രീകരണം, പാവങ്ങളോടുള്ള സിമ്പതി, ഇത് രണ്ടും അദ്ദേഹത്തെ വളരെ ജനപ്രിയ എഴുത്തുകാരനാക്കി മാറ്റി. ദി ഷോർട്ട് സ്റ്റോറി എ പെയർ ഓഫ് മുസ്താഷ്യൂസ് is a light-hearted satire. നേരിയ തോതിലുള്ള തമാശ നിറഞ്ഞ ഒരു ആക്ഷേപഹാസ്യമാണ് എ പെയർ ഓഫ് മുസ്താഷ്യൂസ്. മനുഷ്യൻ്റെ പൊങ്ങച്ചത്തെക്കുറിച്ചുള്ള, സ്നോബറിയെക്കുറിച്ചുള്ള. What is snobbery? Snobbery is a sense of false pride in possessing something. എന്തെങ്കിലും ഒരു കാര്യം ഉള്ളതിനെക്കുറിച്ചുള്ള നമ്മുടെ തെറ്റായ അഭിമാന ബോധത്തിനാണ് സ്നോബറി എന്ന് പറയുന്നത്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഇന്റുപ്പാപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെ ഉള്ള പൊങ്ങച്ചം. അപ്പം അത് സ്നോബറിയിൽ നിന്ന് നമ്മൾ ആരും മുക്തരല്ല. ഏതെങ്കിലും രീതിയിലുള്ള പൊങ്ങച്ചങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മളും ഊറ്റം കൊള്ളാറുണ്ട്. അതാണ് സ്നോബറി.
അപ്പോൾ സ്നോബറിയെ കുറിച്ചുള്ള ഒരു ലൈറ്റ് ഹാർട്ടഡ് സറ്റയറാണ് അവർ സ്റ്റോറി എ പെയർ ഓഫ് മുസ്താഷ്യൂസ്. The story describes how a man lost his worldly goods. How a man lost all his worldly goods. അദ്ദേഹത്തിൻ്റെ സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം നഷ്ടപ്പെട്ടു. ഒരാൾക്ക് എന്തിൻ്റെ പേരിൽ? ബിക്കോസ് ഓഫ് ഹിസ് ഫാൾസ് പ്രൈഡ് ഇൻ എ certain ടൈപ്പ് ഓഫ് മുസ്താഷ്. ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മുസ്താഷ്, ലയൺ മുസ്താഷ്, മോഹൻലാലിൻ്റെയൊക്കെ കൊമ്പം മീശ പോലെയുള്ള ലയൺ മുസ്താഷ്, പിരിച്ചു വെച്ചിരിക്കുന്ന കൊമ്പം മീശ, അതിൻ്റെ പേരിൽ ഇയാളുടെ ആ ഒരു സ്നോബറിയുടെ പേരിൽ സ്ഥാവര ജംഗമങ്ങളെല്ലാം നഷ്ടപ്പെട്ട ഒരു ഹതഭാഗ്യൻ്റെ കഥയാണ്, ഹതഭാഗ്യനായ മുസൽമാൻ്റെ കഥയാണ് ഇതിൽ അവതരിപ്പിക്കുന്നത്. ഓക്കെ, പെയർ ഓഫ് മുസ്താഷ്യൂസ് ഈസ് വൺ ഓഫ് ദി ഡിലൈറ്റ്ഫുൾ ഷോർട്ട് സ്റ്റോറീസ് ഓഫ് മുൽക്ക് രാജാൻ. മുൽക്ക് രാജാനതിൻ്റെ അനേകം കഥകളുണ്ട്. ആൻഡ് അവർ സ്റ്റോറി ഈസ് വൺ ഓഫ് ദി ഡിലൈറ്റ്ഫുൾ ഷോർട്ട് സ്റ്റോറീസ് ഓഫ് മുൽക്ക് രാജാനന്ദ്. മുൽക്ക് രാജാനന്ദിൻ്റെ വളരെ രസകരമായ കഥകളിലൊന്നാണ് നമ്മുടേത്. ഇറ്റ് ഇസ് എ പവർഫുൾ സറ്റയർ എബൌട്ട് ക്ലാസ് ആൻഡ് പൊസിഷൻ. ക്ലാസ് മീൻസ് വേരിയസ് സോഷ്യൽ സ്റ്റാർട്ട. നമ്മുടെ സമൂഹത്തിൽ പല സ്റ്റാർട്ടം ഉണ്ടല്ലോ, പ്ലൂറല്, പല തട്ടുകൾ. നമ്മുടെ സമൂഹത്തിലെ പല ക്ലാസ്സുകൾ അല്ലെങ്കിൽ പൊസിഷൻ, ഓരോരുത്തരുടെ സ്ഥാനമാനങ്ങളെക്കുറിച്ചുള്ള ഒരു ആക്ഷേപഹാസ്യമാണ്, അതിനെക്കുറിച്ചുള്ളൊരു ശക്തമായ ഒരു ആക്ഷേപഹാസ്യമാണ് അവർ ഷോർട്ട് സ്റ്റോറി എ പെയർ ഓഫ് മുസ്താഷ്യൂസ്. ഇറ്റ് ഈസ് എ പവർഫുൾ സറ്റയർ അബൌട്ട് ക്ലാസ് ആൻഡ് പൊസിഷൻ. In India, people regard mustache as a symbol of class. There was a time in India when people regarded or considered mustache as a symbol of class, caste and profession. ഒരു വർഗത്തിൻ്റെയും ജാതിയുടെയും തൊഴിലിൻ്റെയും പ്രതീകമായി മുസ്താഷിനെ കണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, എസ്പെഷ്യലി ഇൻ ദി പ്രീ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. സ്വാതന്ത്ര്യപൂർവ്വ ഭാരതത്തിലായിരുന്നു അത്. ഇന്ന് അങ്ങനെ ഒരു പ്രത്യേകതയൊന്നുമില്ല. പീപ്പിൾ വെയർ മെനി കൈൻഡ് ഓഫ് മുസ്താഷ്യൂസ് ആൻഡ് വിസ്കേഴ്സ്. പലതരത്തിലുള്ള ബിയേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കീഴ്ത്താടിയിൽ വളരുന്നത് ബിയേഡ്, കൃതാവ്, വിസ്കേഴ്സ്, മുസ്താഷ്, മീശ, പലതരത്തിലുള്ള ബിയേഡും അതുപോലെ മുസ്താഷും ഒക്കെ ഇന്ന് നമ്മൾ ഉണ്ട്. പണ്ട് അങ്ങനെ പറ്റില്ല. ഓരോരുത്തരുടെയും ഓരോ വർഗമനുസരിച്ച്, അവരുടെ പൊസിഷൻ അനുസരിച്ച്, പ്രൊഫഷൻ അനുസരിച്ച് മുസ്താഷ് വയ്ക്കാൻ പാടുള്ളൂ. അപ്പോൾ മുസ്താഷ് ഇല്ലാത്തവരാണെങ്കിൽ വലിയ പാടാണ്. അങ്ങനെ മുസ്താഷ് ഇല്ലാതെ ക്ലീൻ ഷേവനായിട്ട് നടന്നിട്ടുള്ളത് സായിപ്പന്മാരൊക്കെ ഉള്ളൂ. യു മൈറ്റ് ഹാവ് നോട്ടീസ്ഡ് ഇൻ പിക്ചേഴ്സ് ആൻഡ് ഫിലിംസ്. അങ്ങനെ ഇൻ ഇന്ത്യ പീപ്പിൾ റിഗാർഡഡ് മുസ്താഷ് ആസ് എ സിംബൽ ഓഫ് ക്ലാസ്, caste and position and profession. ക്ലാസ്, caste, പൊസിഷൻ ആൻഡ് പ്രൊഫഷൻ, ഇതിൻ്റെ എല്ലാം ഒരു സിമ്പിളായിട്ട് മുസ്താഷിനെ കണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പീപ്പിൾ വെയർ, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലേക്ക് പോകാം, പീപ്പിൾ വെയർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മുസ്താഷ്യൂസ് അക്കോർഡിംഗ് ടു ദെയർ സോഷ്യൽ പൊസിഷൻ. പീപ്പിൾ മേക്ക് ഡിഫറെൻറ്റ് ടൈപ്സ്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മുസ്താഷ്യൂസ് അക്കോർഡിംഗ് ടു ദെയർ സോഷ്യൽ പൊസിഷൻ. ആളുകളുടെ സോഷ്യൽ പൊസിഷൻ അനുസരിച്ച്, സമൂഹത്തിൽ അവരുടെ സ്ഥാനം അനുസരിച്ച് പല രീതിയിലുള്ള മുസ്താഷാണ് അവർ ധരിച്ചിരുന്നത്. ദി ബൗണ്ടറി ലൈൻ ഓഫ് വേരിയസ് ക്ലാസസ് ഓഫ് പീപ്പിൾ ഈസ് എക്സ്പ്രസ്ഡ് ബൈ ദർ മുസ്താഷസ്. ദി ബൗണ്ടറി ലൈൻ ഓഫ് വേരിയസ് ക്ലാസസ്, പല വർഗക്കാരുടെ, പല തരത്തിലുള്ള ആളുകളുടെ ബൗണ്ടറി ലൈൻ, അവരുടെ അതിർവരമ്പ് നിശ്ചയിച്ചിരുന്നത് എന്താണ്? ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മുസ്താഷ്യൂസ്. ദി ബൗണ്ടറി ലൈൻ ഓഫ് വേരിയസ് ക്ലാസസ് ഓഫ് പീപ്പിൾ ഈസ് എക്സ്പ്രസ്ഡ് ബൈ ദെയർ മുസ്താഷസ്. ഇൻ അതർ കൺട്രീസ്, മറ്റൊരു രാജ്യങ്ങളുമാണെങ്കിൽ ഓരോരുത്തരുടെ പ്രൊഫഷനും അതുപോലെ ഓരോരുത്തരുടെ ക്ലാസ്സും ഒക്കെ അനുസരിച്ച് അവരുടെ കോട്ടുകളിലും ഡ്രസ്സിലും ഒക്കെയാണ്, ഫ്രോക്ക് കോട്ടും ടെയിൽ കോട്ടും അങ്ങനെയുള്ള കോട്ടുകളിലൊക്കെയാണ് അവർ കാണിച്ചിരുന്നത്. കോട്ടുകളൊക്കെ ആകുമ്പോൾ തലയ്ക്ക് തേച്ചൊക്കെ വയ്ക്കണം. മുസ്താഷ്യൂസ് ആണെങ്കിൽ വളർത്തിയാൽ മതി, അല്ലെങ്കിൽ അത് ഷേവ് ചെയ്ത് ശരിയാക്കി വെച്ചിരുന്നാൽ മതി. പിന്നെ കൊമ്പനാക്കണമെന്നുണ്ടെങ്കിൽ പിരിച്ചു വെച്ച് ഇത്തിരി ഗ്ലൂടെ അല്ലെങ്കിൽ ഇത്തിരി എണ്ണയോ എന്തെങ്കിലും ഗ്രീസോ അല്ലെങ്കിൽ വല്ല സിറമോ എല്ലാം തേച്ച് വെച്ചാൽ, അല്ലെങ്കിൽ മീശയിലൊക്കെ തേക്കുന്ന വാക്സ് ഉണ്ട്. വാക്സ് എന്ന് പറഞ്ഞാൽ പശയല്ല, ഇച്ചിരി ഒരു ക്രീം പോലുള്ള സാധനം. ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ സൂപ്പർ മാർക്കറ്റ്സ്. ആ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് ലഭ്യമാണ്. അങ്ങനെയുള്ള വാക്സ് ഉപയോഗിച്ച് മീശ പിരിച്ചു വയ്ക്കും. അപ്പോൾ മീശ എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ്
നോട്ട് ഇറ്റ് വാസ്, ഇറ്റ് ഈസ് ആൻ ഓർണമെൻറ്റ്, ഒരലങ്കാരം. നമുക്കറിയാം മീശയും ദീക്ഷയും വളരാനായിട്ട് കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റ് മേടിച്ചുകൊണ്ട് വന്ന് പൊടിച്ച് പല എണ്ണകളിലൊക്കെ ചേർത്ത് ഉപയോഗിക്കാറുള്ളത് നമുക്കറിയാം. പിന്നെ പലതും മുസ്താഷ്യൂസ് ആർ വേരിയസ് ദി ഗ്രോത്ത് ഓഫ് ദി മുസ്താഷ്യൂസ് ഡിപ്പെൻഡ്സ് ഓൺ ദി ജനറ്റിക് ലൈൻ, ജനിതകത്തിൻ്റെ ഒരു കാര്യം കൂടി. മീശയും ദീക്ഷയും താടിയും, ദീക്ഷയും അതുപോലെ മീശയും ഒക്കെ. അപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിലാണെങ്കിൽ ആളുകളുടെ പൊസിഷനെയും ക്ലാസ്സിനെയും കാണിക്കുന്ന വേരിയസ് കോട്ട്സ് ആൻഡ് ഡ്രസ്സസ്. ഇൻ അതർ കൺട്രീസ് കോട്ട്സ്, ട്രൗസേഴ്സ്, പാൻസ് ആൻഡ് ഹാറ്റ്സ് ആർ സിംബൽസ് ഓഫ് സോഷ്യൽ പൊസിഷൻ. For Europeans, in short we can say for Europeans, clothes make the man. മനുഷ്യനെ നിർണ്ണയിക്കുന്നവൻ്റെ വസ്ത്രങ്ങളാണ്. ഇൻ ഇന്ത്യയിലാണെങ്കിൽ മുസ്താഷ്യൂസ് ഓർ മുസ്താഷസ് മേക്ക് ദി മാൻ. ഒരു മനുഷ്യനെ നിർണ്ണയിക്കുന്ന ഘടകം എന്ന് പറഞ്ഞാൽ മീശകളാണ്. അത് കണ്ടാലറിയാം അവന് രാജകുടുംബാംഗമാണോ, അല്ലെങ്കിൽ അവൻ പ്രഭു കുടുംബാംഗമാണോ, അതോ കച്ചവടക്കാരനാണോ, കൂലിവേലക്കാരനാണോ എന്ന് മനസ്സിലാക്കാൻ ഇറ്റ് ഈസ് മച്ച് ഈസിയർ ബിക്കോസ് ഓൺലി ബൈ ഗ്ലാൻസിങ് അറ്റ് ദി മുസ്താഷ് that he wears we can easily identify his profession and class and caste. അത് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. The first part of the story is an overview by the author on the types of mustachios. രണ്ട് പാർട്ടായിട്ടാണ്. ആദ്യ ഭാഗത്ത് ഓഥർ തന്നെ ഇന്ത്യയിലെ പലതരം മുസ്താഷ്യൂസിനെ കുറിച്ചുള്ളൊരു വിവരണം, അന്നത്തെ കാലത്തുണ്ടായിരുന്ന പലതരം മുസ്താഷ്യൂസിനെ കുറിച്ചുള്ളൊരു വിവരണം നൽകുന്നു. സെക്കൻഡ് പാർട്ടിൽ ഒരു വഴക്കിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഹതഭാഗ്യൻ്റെ സ്ഥാവര ജംഗമങ്ങളെല്ലാം നഷ്ടമാക്കിയ ഒരു കഥയാണ് സെക്കൻഡ് പാർട്ടി വർണ്ണിക്കുന്നത്. ദി ഫസ്റ്റ് പാർട്ട് ഓഫ് ദി സ്റ്റോറി ഈസ് ആൻ ഓവർവ്യൂ ബൈ ദി ഓഥർ ഓൺ ദി വേരിയസ് ടൈപ്സ് ഓഫ് മുസ്താഷസ് ഇൻ ഇന്ത്യ, ഇൻ സെവറൽ പാർട്സ് ഓഫ് ഇന്ത്യ. ദി ഫേമസ് ലാൻഡ് മുസ്താഷ് ഈസ് എ സിംബൽ ഓഫ് രാജാസ്, മഹാരാജാസ് ആൻഡ് നവാബ്സ്. രാജാക്കന്മാരുടെയും മഹാരാജാക്കന്മാരുടെയും നവാബുമാരുടെയും സിംബലായിരുന്നു ലാൻഡ് മുസ്താഷ്യൂസ്. പിരിച്ച രാജകീയമായ നല്ല ഗ്രോത്തുള്ള മുസ്താഷ്. ചിലത് വിസ്കേഴ്സും കൂടെ ചേർന്ന് വിസ്കേഴ്സിൽ നിന്ന് ഇങ്ങനെ മുസ്താഷ് വളർന്നു നടക്കും. അപ്പം മീശയിൽ നിന്നാണോ വിസ്കേഴ്സ് ഇങ്ങനെ വളർന്നു പോയിരിക്കുന്നത്, അത് വിസ്കേഴ്സ് ആണോ മീശയായി രൂപാന്തരപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പ്രയാസമാണ്. ചില സിനിമകളിലൊക്കെ വില്ലന്മാരെ കാണിക്കുന്നത് പോലെ, വീരുമാണ്ടി എന്ന് പറയുന്ന സിനിമയിലെ കമൽഹാസൻ്റെയൊക്കെ മീശ പ്രകാരമാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ചില സിനിമകളിലൊക്കെ സിദ്ദിഖ് അപ്രകാരമുള്ള മീശ വെച്ചിരിക്കുന്നു. അപ്പോൾ ഈ കൃതാവും മീശയും കൂടെ ചേർന്ന് നല്ല കട്ടി മീശ, കൊമ്പം മീശ, അത് രാജാക്കന്മാരും മഹാരാജാക്കന്മാരും നവാബുമാരും അണിഞ്ഞിരുന്നത്. അതിൻ്റെ പേര് ലയൺ മുസ്താഷ്. ആ ക്ലോസിൽ മാത്രമേ, അല്ലെങ്കിൽ ആ വർഗത്തിലെ ആ വംശത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമേ അങ്ങനെയുള്ള മീശ വയ്ക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. Such people were entitled to wear such lion mustaches. Then the second one, the tiger mustache. Tiger mustache was worn by the representatives of the old feudal class. feudal class ജന്മിമാരുടെ പ്രതിനിധികൾ അല്ലെങ്കിൽ അവരെ പിന്തുടർച്ചക്കാരാണ് ടൈഗർ മുസ്താഷ്, കൊമ്പം മീശ. അത് കൃതാവിൽ നിന്ന് ഇങ്ങനെ വരുന്നതല്ല, അല്ലാതുള്ള പിരിച്ചു വെച്ച കൊമ്പം മീശ, ടൈഗർ മുസ്താഷ്. ആ ടൈഗർ മുസ്താഷ് ധരിക്കാൻ അവകാശം ഉണ്ടായിരുന്നത് only the representatives of the feudal class were entitled to wear the tiger mustache. രണ്ടെണ്ണമായി, ലയൺ മുസ്താഷ്, സെക്കൻഡ് വൺ ഈസ് ദ ടൈഗർ മുസ്താഷ്. രണ്ടും കൊമ്പം മീശകളാണ്, വ്യത്യസ്ത തരമാണെന്നേ ഉള്ളൂ. ദ ടൈഗർ മുസ്താഷ് was born by the representatives of the old feudal class. Next there is the goat mustache. കോലാടിൻ്റെ മുഖത്തെ രോമങ്ങൾ പോലെയുള്ള 5-6 രോമങ്ങളുള്ള ആ ഗോട്ട് മുസ്താഷ്. അങ്ങനെയുള്ള ഗോട്ട് മുസ്താഷ് ധരിച്ചിരുന്നത്, ദി ഗോട്ട് മുസ്താഷ് വാസ് ഓൺ ബൈ ദി ന്യൂവേ റിഷെ, NOUVEAURICHE. ഇറ്റ് ഈസ് എ ഫ്രഞ്ച് വേർഡ്, ഫ്രഞ്ച് വാക്കാണ്. ഇറ്റ്സ് പ്രൊണൗൺസിയേഷൻ ഈസ് ന്യൂവേ റീഷെ. ഇംഗ്ലീഷിൽ ന്യൂവേ റീഷെ എന്നും ഫ്രാൻസിൽ അത് ന്യൂവേ റിഷ് എന്നും വച്ചിരിക്കുന്നത്. ഫ്രഞ്ച് ലാംഗ്വേജിലെ ന്യൂവേ റിഷ്, നമ്മൾ ഇംഗ്ലീഷിൽ അത് ഉച്ചരിക്കുമ്പം ന്യൂവേ റിഷ്, ദാറ്റ് ഈസ് ദ ന്യൂ കൊമേഴ്സ്യൽ ബൂർഷോസി.
ബൂർഷോസിയും ഫ്രഞ്ച് വാക്കാണ്. ദി ന്യൂ കൊമേഴ്സ്യൽ ബൂർഷോസി. ബൂർഷോസി മീൻസ് മിഡിൽ ക്ലാസ്, മധ്യവർഗം. പുത്തൻ പണക്കാർ, ന്യൂവേറിഷ്. പുത്തൻ പണക്കാർ, അതായത് പുത്തൻ പണക്കാരായ ആളുകൾ, കച്ചവടക്കാര്, മണി ലെൻഡേഴ്സ്, പണം പലിശയ്ക്ക് കൊടുത്ത് പണം ഉണ്ടാക്കുന്ന ആളുകൾ, ബാങ്കേഴ്സ്, അങ്ങനെയുള്ള ആളുകൾ ധരിക്കുന്ന മീശയാണ് കോലാടിൻ്റെ മീശ, ഗോട്ട് മുസ്താഷ്. Then there is the Charlie Chaplin mustache worn by the lower middle classes. മിഡിൽ ക്ലാസ്സിനും താഴെയുള്ള ആളുകൾ, ഗുമസ്തന്മാരും മറ്റുള്ള അങ്ങനെയുള്ള ആളുകളും ലോവർ മിഡിൽ ക്ലാസ് ധരിക്കുന്നത് ചാർലി ചാപ്ലിൻ ടൈപ്പ് മുസ്താഷ് എന്ന് പറയാം. ഹാഫ് ആൻഡ് ഹാഫ് അഫെയർ, ഒരു ചെറിയൊരു പകുതി ഇവിടെ, ഒരു ചെറിയൊരു പകുതി ഇപ്പുറത്ത്. അതിനെ ടൂത്ത് ബ്രഷ് മുസ്താഷ് എന്നും പറയും. കണ്ടാലേ ചിരി വരുന്ന മീശയാണത്. ക്ലീൻ ഷേവ്, ഇറ്റ് ഈസ് എ മീഡിയൻ ബിറ്റ്വീൻ ക്ലീൻ ഷേവൻ ഫേസ് ആൻഡ് മുസ്താഷ്ഡ് ഫേസ്. മീശയുള്ള മുഖവും ക്ലീൻ ഷേവൻ ഫേസും തമ്മിലുള്ള ഒരു മീഡിയൻ, അതിൻ്റെ ഒരു മാധ്യമമാണ് ഇത്, ഈ ചാർലി ചാപ്ലിൻ മുസ്താഷ്. ഇറ്റ് ഈസ് ഓൺ ബൈ ദി ലോവർ മിഡിൽ ക്ലാസ് പീപ്പിൾ. Charlie Chaplin mustache was worn by the lower middle class people. Okay, the coolies wear. കൂലിപ്പണിക്കാർ ധരിച്ചിരുന്നത്, കൂലിപ്പണിക്കാരുടെ മീശ ദ ഷീപ്പ് മുസ്താഷ്, ചെമ്മരിയാടിൻ്റെ മുസ്താഷ്. ഇങ്ങനെ പിരിഞ്ഞൊരു വൃത്തിയില്ല കിടക്കുന്ന അരിപ്പ മീശ പോലെ ഒരു തരം ഷീപ്പ് മുസ്താഷാണ് കൂലിവേലക്കാർ ധരിച്ചത്. ആൻഡ് പെസൻസ് ഹാവ്, പിന്നെ ഈ പെസൻസ് കർഷകരുടെ മീശ എന്ന് പറയുന്നത് മൗസ് മുസ്താഷ് എന്ന് പറയുന്നതിൽ പഴുതാരയുടെ മീശ പോലെ ചെറിയ കനത്തിലുള്ള പഴയ നമ്മുടെ പ്രേംനസീർ ടൈപ്പ് മീശയ്ക്കാണ് മൗസ് മുസ്താഷ് എന്നോ, അല്ലെങ്കിൽ അടുത്ത കാലത്ത് തമിഴിൽ റിലീസ് ചെയ്ത സപ്പാട്ട എന്ന് പറയുന്ന ബോക്സിംഗ് സിനിമയിൽ അതിൽ ഡാൻസിങ് റോസ് എന്ന് പറയുന്നൊരു ക്യാരക്ടറുണ്ട്. അയാളുടെ മീശ ഇങ്ങനെയുള്ള ചെറിയ മീശയാണ്. അപ്പോൾ അത് ദാറ്റ് ഈസ് വാട്ട് ഈസ് മൗസ് മുസ്താഷ്. ആൻഡ് മൗസ് മുസ്താഷ് ഈസ് ഓൺ ബൈ ദി പെസൻസ്. ദ കൂലീസ് യൂഷ്വലി വോർ, അവരുടെ മീശ എന്തായിരുന്നു? കൂലീസിൻ്റെ ഷീപ്പ് മുസ്താഷ് ആയിരുന്നു. സോ ദീസ് വർ ദി വേരിയസ് ടൈപ്സ് ഓഫ് മുസ്താഷസ് പീപ്പിൾ വോൺ ഇൻ ദി pre-independent India. So this is the first section of the story, and the second section begins. രണ്ടാമത്തെ ഭാഗം ആരംഭിക്കുകയാണ്. അവിടെയാണ് വഴക്കൊക്കെയുള്ളത്. In the village there was a quarrel about a pair of mustaches or mustachios. In the village there was a quarrel about a pair of mustaches. ഒരു ജോഡി മുസ്താഷസിനെ കുറിച്ചൊരു വഴക്കുണ്ടായി. എന്താ അത്? നോക്കാൻ സംഭവം എന്താണെന്ന്. സേത്ത് രാമാനന്ദ്, സേട്ട് നമ്മൾ പറയും, സേത്ത് രാമാനന്ദ് കച്ചവടക്കാരാണ്. സേട്ട് എന്ന് കേൾക്കുമ്പോഴേ അറിയാം. ബാനിയ ഫാമിലിക്കാരാണ് സേട്ട് എന്നറിയപ്പെടുന്നത്. ബാനിയ ഫാമിലിക്കാരെന്ന് പറഞ്ഞാൽ മെർച്ചൻസ്, ബാങ്കേഴ്സ്, മണി ലെൻഡേഴ്സ് ഒക്കെ വിഭാഗത്തിൽപ്പെടുന്നതാണ് ബാനിയ ഫാമിലി. ബാനിയ ക്ലാസ്സിൽ, ബാനിയ കാസ്റ്റിൽ ഉൾപ്പെടുന്നവരാണ്. സേത്ത് രാമാനന്ദ് വാസ് എ ഗ്രോസർ ഹു സെൽസ് പ്രൊവിഷൻ ഐറ്റംസ്, പലവ്യഞ്ജന കച്ചവടക്കാരൻ. അല്ലെ മണി ലെൻഡർ, ഹി വാസ് ഓൾസോ എ മണി ലെൻഡർ, പണം പലിശയ്ക്ക് കൊടുക്കുന്ന ആളുമായിരുന്നു. അത്യാഗ്രഹിയായ ഒരു മനുഷ്യനായിരുന്നു സേത്ത് രാമാനന്ദ്, ഒരു കാപട്യക്കാരനായിരുന്നു. He belonged to the Bania caste. Bania caste means the caste which includes merchants, bankers, money lenders, etc. And accordingly, വ്യാപാരി ആയതുകൊണ്ട് തന്നെ അയാൾ എന്തൊരു മീശ ധരിക്കണം? ഗോട്ട് മുസ്താഷ്. He wore the goat mustache. ഗോട്ട് മുസ്താഷ് ആയിരുന്നു അയാളുടേത്. പിരിച്ച മീശയല്ല, നേരെയുള്ള മീശ. In the neighborhood of the village, there lived a middle-aged man. There was a middle-aged man called Khan Asam Khan. തൊട്ടടുത്ത് തന്നെ, ഈ ഗ്രാമത്തിന് തൊട്ടടുത്ത് തന്നെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ഒരു മധ്യവയസ്കൻ ഉണ്ടായിരുന്നു. ആ മധ്യവയസ്കന്റെ പേര് Khan Asam Khan. He claimed that he came from an ancient Afghan family. It was his claim that he came from an ancient Afghan family. പൗരാണികമായ ഒരു അഫ്ഗാൻ കുടുംബത്തിലെ അംഗമാണ് എന്നാണ് ഇയാൾ അവകാശപ്പെട്ടിരുന്നത്. ഹിസ് ആൻസസ്റ്റേഴ്സ്, ദി ആൻസസ്റ്റേഴ്സ് ഓഫ് അസം ഖാൻ, ഹിസ് ആൻസസ്റ്റേഴ്സ് he said were noblemen and counselors in the court of the great Mughals. മുഗളന്മാരുടെ കൊട്ടാരത്തിലെ, ബാബർ സ്ഥാപിച്ച മുഗൾ സാമ്രാജ്യം,
ആ മുഗൾ രാജാക്കന്മാരുടെ കൊട്ടാരത്തിലെ പ്രഭുക്കന്മാരും അതുപോലെ കൗൺസിലേഴ്സ് ഉപദേശകരുമായിരുന്നു എന്ന് ഇയാളുടെ ആൻസസ്റ്റേഴ്സ് ഇയാൾ ഇങ്ങനെ അവകാശപ്പെട്ടു. എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്നുള്ള രീതി നടക്കുന്ന ആളാണ് ഇയാൾ. അതുകൊണ്ട് തന്നെ ആ ഫ്യൂഡൽ സിസ്റ്റത്തിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഹി വാസ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദി ഫ്യൂഡൽ സിസ്റ്റം. ഇപ്പോൾ ഫ്യൂഡൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ 5 സെൻറ്റ് പോലും തികച്ചില്ല. ആകപ്പാടെ ഒരു 3 സെൻറ്റ് ഒരു ഡൈലാപ്പിഡേറ്റഡ് ഹൗസ്, ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ ഒരു വീടുമാണ് ഇയാൾക്കുള്ളത്. അതും മുഗളന്മാരുടെ സ്റ്റൈലിലേക്ക് വെച്ചിരിക്കുന്ന ഒരു വീടാണ്. His ancestors, he said, were noblemen and councillors in the court of the great Mughals. Khan Asam Khan wore a tiger mustache. അയാളുടെ മീശ എന്താണ്? ടൈഗർ മുസ്താഷ്. അതാണല്ലോ ധരിക്കേണ്ടത്. ടൈഗർ മുസ്താഷ് ആൻഡ് remains adorned with the faded remnants of a gold brocaded waistcoat. ഒരു വേസ്റ്റ് കോട്ട് ധരിച്ചിട്ടുണ്ട്. അത് നല്ല കസവ് എഡ്ജസൊക്കെ ഉള്ളതാണ്. അത് ഗോൾഡൻ ബ്രൊക്കേഡഡ് ആണ്. അത് നിറമങ്ങിപ്പോയതാണ്. പൂർവികരുടെ ആരുടെയാണ്, അതിപ്പോഴും ധരിച്ചുകൊണ്ട് കിടക്കുക. ഹി വിയേഴ്സ് ദാറ്റ് ആസ് എ സിംബൽ ഓഫ് ഹിസ് ഫ്യൂഡൽ ആൻസെസ്ട്രി. അതിന് പ്രതീകമായി കൊണ്ട് ഖാൻ അസം ഖാൻ വിയേഴ്സ് എ ടൈഗർ മുസ്താഷ് ആൻഡ് റിമെയിൻസ് അഡോൺഡ് വിത്ത് ദി ഫേഡഡ് റെമനൻസ് ഓഫ് എ ഗോൾഡ് ബ്രൊക്കേഡഡ് വേസ്റ്റ്കോട്ട്. Though he hasn't even a patch of land left. ഫ്യൂഡൽ വ്യവസ്ഥിതിയുടെ പ്രതീകമാണ്, അതിൻ്റെ പ്രതിനിധിയാണെന്ന് പറയുന്നെങ്കിലും he does not own even a patch of land. Though he hasn't a patch of land left. ഒരു തുണ്ട് ഭൂമി പോലും ഇല്ല. ബട്ട് സേത്ത് രാമാനന്ദ്, നമ്മുടെ ഗോട്ടുമീശക്കാരനായ വ്യാപാരി മണി ലെൻഡർ സേത്ത് രാമാനന്ദ് ആൻഡ് ദി ലാൻഡ് ലോർഡ് ഓഫ് ദി വില്ലേജ്, അതുപോലെ ഒരു അസൂയക്കാരനാണ് അവിടുത്തെ ഒരു ഭൂവുടമയുണ്ട്, ലാൻഡ് ലോർഡ് ഓഫ് ദി വില്ലേജ്, സെഡ് ദാറ്റ് ഖാൻ അസം ഖാൻ വാസ് ആൻ ഇമ്പോസ്റ്റർ. അവരൊക്കെ പറഞ്ഞത് അവിടുത്തെ ഒരു പ്രീസ്റ്റും അമ്പലത്തിലെ പ്രീസ്റ്റും ഈ ലാൻഡ് ലോർഡും പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭക്തരുടെ പണം കൊള്ളയടിച്ച് ജീവിക്കുന്നയാൾ, പാവങ്ങളുടെ ഭൂമിയൊക്കെ തട്ടിയെടുക്കുന്നയാൾ ലാൻഡ് ലോർഡ്, ഈ പാവങ്ങളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നയാളാണ് ഈ വ്യാപാരി, ഈ മണി ലെൻഡറും. അപ്പോൾ ഇവർ 3 പേരും ഒരേ തൂവൽ പക്ഷികളാണ്. ദേ ആർ ദി ബേഡ്സ് ഓഫ് ദി സെയിം ഫെദേഴ്സ്, സോ ദേ ഫ്ലോക്ക്ഡ് ടുഗദർ. അതുകൊണ്ട് തന്നെ അവർ ഒരുമിച്ച് ചേർന്നു. അവരെല്ലാവരും ഏകസ്വരത്തിൽ പറഞ്ഞു ഹീസ് ആൻ ഇമ്പോസ്റ്റർ. ഖാൻ അസം ഖാൻ വാസ് ആൻ ഇമ്പോസ്റ്റർ. അവരെന്താ പറഞ്ഞത്? ദേ സെഡ് ദാറ്റ് ഖാൻ വാസ് ആൻ ഇമ്പോസ്റ്റർ. ഇമ്പോസ്റ്റർ മീൻസ് എ പേഴ്സൺ ഹു പ്രിറ്റൻസ് ടു ബി വാട്ട് ഹി ഈസ് നോട്ട്. A person who pretends to be what he is not. ഇല്ലാത്ത കാര്യം ഭാവിക്കുന്നയാൾ, ഇല്ലാത്ത കാര്യം ഭാവിക്കുന്ന ഒരു കാപട്യക്കാരനെ വിളിക്കുന്ന പേരാണ് ഇമ്പോസ്റ്റർ. അപ്പം അങ്ങനെയുള്ളൊരു ഇമ്പോസ്റ്ററാണ് ഖാൻ അസം ഖാൻ എന്ന് അവർ ഏകകണ്ഠേന അഭിപ്രായപ്പെട്ടു. ദ പ്രീസ്റ്റ് ഓഫ് ദി ടെമ്പിൾ ഓൾസോ ഹെൽഡ് ദി സെയിം വ്യൂ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അമ്പലത്തിലെ പ്രീസ്റ്റിനും ആ ഗ്രാമത്തിലെ ക്ഷേത്രത്തിലെ പ്രീസ്റ്റിനും ഇതേ അഭിപ്രായമായിരുന്നു. ഇൻഫാക്ട് all the 3 men were jealous of Khan's ancestry. അവർക്കറിയാം ഇയാൾ ഈ പറയുന്ന പോലെ നല്ല ഒരു ആൻസസ്ട്രി ഉള്ള ആളാണ്, ഇയാളുടെ പൂർവികരൊക്കെ മുഗൾ കൊട്ടാരത്തിലെ കൗൺസിലേഴ്സൊക്കെ ആണെന്നറിയാം. എന്നാലും അവരുടെ മനസ്സമാധാനത്തിന് വേണ്ടി അവർ പറയുന്നത് അവൻ്റെ പൂർവികരൊക്കെ അവിടുത്തെ തൂപ്പുകാരായിരുന്നിരിക്കണം, പിന്നെ അല്ല. They said that Khan's ancestors might be sweepers attached to the court of the great Mughals. They might have been sweepers attached to the Mughals courts. മുഗളന്മാരുടെ കൊട്ടാരത്തിലെ തൂപ്പുകാരായിരുന്നിരിക്കണം ഈ അസം ഖാൻ്റെ പൂർവികർ എന്നാണ് അവർ സമാധാനത്തിന് വേണ്ടി പറഞ്ഞിരുന്നത്. Khan Asam Khan was not an impostor, but he was proud and foolish. He was proud of his ancestry. He was snobbish. He was a snob. And he was foolish. ഒരു സ്നോബായിരുന്നു അയാൾ, പൊങ്ങച്ചക്കാരനായിരുന്നു, ഫൂളിഷുമായിരുന്നു. One day, Asam Khan went to Ramanand shop to pawn, 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 പണയം വയ്ക്കുക, his wife's gold nose ring. വീട്ടിൽ പട്ടിണിയാണ്, കുറേ ദിവസങ്ങളായിട്ട് ആഹാര സാധനങ്ങളില്ല. അപ്പോൾ ആഹാര സാധനങ്ങൾ വാങ്ങുന്നതിന് പണം വേണം. അങ്ങനെ ഒരു ദിവസം ഖാൻ ഭാര്യയുടെ സമ്മതത്തോടെ ഭാര്യയുടെ സ്വർണം മൂക്കുത്തി
ഇനി വലിയ ഉരുപ്പടികളൊന്നുള്ള ഇനിയോടുള്ളതാകെ ഒരു ഗോൾഡ് നെക്ലേസ് മാത്രം. അത് തലമുറകളായിട്ട് ഇങ്ങനെ കൈമാറി വന്നതാണ്. ആ സ്വർണ്ണ മൂക്കുത്തി വാങ്ങിച്ചു ഖാൻ അസം ഖാൻ. ആൻഡ് ഹി വെന്റ് ടു രാമാനൻ ഷോപ്പ് ടു പോൺ ഹിസ് വൈഫ്സ് ഗോൾഡ് നോസറി. ഭാര്യയുടെ സ്വർണ്ണ മൂക്കുത്തി പണയപ്പെടുത്താനായിട്ട് ഖാൻ അസം ഖാൻ സേത്ത് രാമാനന്ദൻ്റെ കടയിലേക്ക് പോയി. Then he noticed that Ramanand had kept the tips of his goat mustache turned up. ഇവൻ ധരിക്കേണ്ടുന്ന, അവൻ വ്യാപാരിയാണ്, അല്ലെങ്കിൽ ഒരു മണി ലെൻഡറാണ്, ബനിയ കാസ്റ്റുകാരനാണ്. അവർ ധരിക്കേണ്ടുന്ന അവൻ്റെ ഗോട്ട് മുസ്താഷ്, നേരെ ഇരിക്കേണ്ട ഗോസ്ത് മുസ്താഷ് പിരിച്ച് ഏതാണ്ട് ടൈഗർ മുസ്താഷ് പോലെയാക്കി വെച്ചിരിക്കുന്നത് കണ്ടു. എൻ്റെ വംശക്കാരുടെ, എൻ്റെ കാസ്റ്റിൻ്റെ, എൻ്റെ ഫ്യൂഡൽ വംശക്കാരുടെ മീശ അനുകരിക്കുന്നു. ഹി ഗോട്ട് ആംഗ്രി തിങ്കിങ് ദാറ്റ് രാമാനന്ദ് വാസ് ഇമിറ്റേറ്റിംഗ് ഹിസ് ടൈഗർ മുസ്താഷ്. എൻ്റെ ടൈഗർ മുസ്താഷ് അവൻ അനുകരിക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ വംശക്കാരുടെ ടൈഗർ മുസ്താഷ് അവൻ അനുകരിക്കുന്നു. Then he asked, എടോ എന്താണോ ഇത്? Since when you have the lentil eating shopkeepers become noblemen? എന്നാടാ നിന്നെ പോലെ പയർ മുതലേക്ക് തിന്നു കഴിയുന്ന കച്ചവടക്കാർ എന്നാടാ പ്രഭുക്കന്മാരായത് ഇങ്ങനെയുള്ള ടൈഗർ മുസ്താഷ് ധരിക്കാൻ? He asked Ramanand even before he had shown the nose ring to the money lender. സേത്ത് രാമാനന്ദനെ ഈ കൊണ്ടുവന്ന സ്വർണ്ണ മൂക്കുത്തി കാണിക്കുന്നതിന് മുമ്പേ അവൻ്റെ ടൈഗർ മുസ്താഷ് പോലുള്ള മീശ കണ്ടപ്പോഴേ ചോദിച്ചു. അവൻ ആദ്യം ഈ ഖാൻ ചോദിച്ചത് മനസ്സിലായെങ്കിലും മനസ്സിലായില്ല എന്ന് അടിച്ചു ആര്? സേത്ത് രാമാനന്ദ്. I don't know what you mean, ഖാൻ. I don't know what you mean. എനിക്ക് നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. രാമാനന്ദ് ആൻസേർഡ്, You know what I mean. കളിക്കരുത്. നിനക്കറിയാം ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. Said Khan, look at the way you have turned the tips of your mustache upwards. കണ്ടില്ലേ മീശയുടെ അറ്റം തിരിച്ച് മുകളിലോട്ട് കയറ്റി ടൈഗർ മുസ്താഷ് ആക്കി വെച്ചിരിക്കുന്നത്. It almost looked like my tiger mustache. നിന്റെ മീശ ഇപ്പം എൻ്റെ ഏതാണ്ട് ടൈഗർ മുസ്താഷ് പോലെ ഇരിക്കുക. ഞങ്ങളുടെ വംശക്കാർ ധരിക്കുന്ന മീശ ധരിക്കാൻ നിനക്ക് എന്താ അവകാശം? Who gave you the license to wear the mustache that we people wear? Look at the way you have turned the tips of your mustache upwards. It almost look like my tiger mustache. Okay, അതാണോ കാര്യം? Don't get excited. ഞാൻ എപ്പോഴും കസ്റ്റമേഴ്സിനെ വാല്യൂ ചെയ്യുന്ന ആളാണ്. Customers are my gods, said the money lender. I tell you, turn the tip of your mustache down if you value your life. എടാ നമുക്ക് ജീവൻ വേണമെങ്കിൽ നിന്റെ മുസ്താഷിന്റെ ടിപ്സ് താഴ്ത്തി വെക്കണം. മീശയുടെ അഗ്രഹം താഴ്ത്തി വെക്കുക. നിന്റെ വൃത്തിയായിട്ട് ആ ഗോട്ട് മുസ്താഷ് ആക്കി വെക്കുക. Said Khan Asam Khan. Oh, if that is all the trouble, here you are. അതാണോ പ്രശ്നം? എന്നാ പിന്നെ ശരി, ഇത്തിരി എണ്ണമയം കൈ പുരട്ടി, വിരൽ പുരട്ടി. അത് ശരി, അതാണോ കാര്യം? അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബ്രഷിങ് വൺ എൻഡ് ഓഫ് ദി മുസ്താഷ് വിത്ത് ഈ ഓയിലി ഹാൻഡ്, ആ എണ്ണ നിറഞ്ഞ കൈ കൊണ്ട് ഇയാളുടെ മീശയുടെ ഒരഗ്രം താഴ്ത്തി വെച്ചു. ഒരഗ്രം മാത്രം താഴ്ത്തി വെച്ചു. സോ ദാറ്റ് ഇറ്റ് ഡ്രോപ്ഡ് ലൈക്ക് എ ഡെഡ് ഫ്ലൈ. ആ അഗ്രം താഴോട്ട് വീണു ലൈക്ക് എ ഡെഡ് ഫ്ലൈ, ഒരു ചത്ത ശലഭത്തെ പോലെ. അതേസമയം മറ്റേ അഗ്രം അപ്പോഴും മുകളിലോട്ടിരിക്കുക. അത് രാമാനന്ദ് ആദ്യം ശ്രദ്ധിച്ചില്ല. യെസ് തൃപ്തിയായല്ലോ. കസ്റ്റമേഴ്സ് ആർ മൈ ഗോഡ്സ് മൈ ഡിയർ. കം ഷോ മീ ദി ടിങ്കേഴ്സ്. എന്ത് ചെയ്യും ഇതിൻ്റെ ജംഗമങ്ങൾ, ഇതിൻ്റെ ഉരുപ്പടി ഇന്ത്യ കാണിക്കേ. ഹൗ മച്ച് ടിങ്കേഴ്സ് മീൻസ് ഗുഡ്സ്. ഹൗ മച്ച് ഡു യു വാണ്ട് ഫോർ ദം? എന്തോ വേണോടെ? എത്ര വേണം? ഖാൻ അസം ഖാൻസ് പ്രൈഡ് വാസ് അപ്പീസ്ഡ്. ഖാൻ അസം ഖാൻ്റെ അഹന്തയ്ക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായി. എൻ്റെ ടൈഗർ മുസ്താഷ് പോലെ അനുകരിക്കാൻ നോക്കി. ഹിസ് പ്രൈഡ് വാസ് അപ്പീസ്ഡ്. അപ്പീസ്ഡ് മീൻസ് സാറ്റിസ്ഫൈഡ്. He humbly accepted the value which the money lender put on his wife's nose ring. ഡേ നോക്കിയാണൊക്കെ മാക്സിമം പറയാണ് 8 അണയ്ക്കുണ്ട്. മതി, ഇതായാലും ഞാൻ പറഞ്ഞത് കേട്ടല്ലോ, അതുകൊണ്ട് അത് മതി സമ്മതിച്ചു. ആൻഡ് ആസ് ഹി വാസ് ഡിപ്പാർട്ടിങ്, ഇയാളിങ്ങനെ പോകുമ്പം ഒരു
ഗ്ലിംസ് പോലെ കണ്ടു ഒരഗ്രം ഉയർന്നിരിക്കുന്നത്, ഇയാളുടെ മീശയുടെ ഒരഗ്രം ഉയർന്നിരിക്കുന്നത്. ബട്ട് ആസ് ഹി വാസ് ഡിപ്പാർട്ടിംഗ്, ഹി നോട്ടീസ്ഡ് ദാറ്റ് വൺ എൻഡ് ഓഫ് ദി മണി ലെൻഡേഴ്സ് മുസ്താഷ് വാസ് സ്റ്റിൽ അപ്പ്. മീശയുടെ ഒരു ഭാഗം അപ്പോഴും മുകളിലാണെന്ന് അയാൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കോട്ടു. എന്താ കാണിക്കുന്നേ, നീ എന്താ ഈ കാണിക്കുന്നത്, എന്നെ കളിപ്പിക്കുന്നു, എന്നെ പറ്റിക്കുന്നു. What nonsense are you doing? Strange trick you have played on me, you swine. No, they cancelled. You strange trick you have played on me. നീ എന്നോടൊരു you played a strange trick on me. You swine. Swine means pig. Female pig നാണ് swine എന്ന് പറയുന്നത്. They cancelled. Trick. What nonsense you are speaking? I have paid you the best value for your trinkets. നിന്റെ കാണാൻ പോലും നോക്കാത്ത സ്വർണ്ണ മൂക്കുത്തിക്ക് ഞാൻ എട്ടണമെന്നില്ലേ? ഐ ഹാവ് പെയ്ഡ് ദി ബെസ്റ്റ് വാല്യൂ ഫോർ യുവർ ട്രിങ്കറ്റ്. നിന്റെ ഉരുപ്പടിക്ക് ഏറ്റവും നല്ല വില ഞാൻ തന്നത്. നത്തിങ് ടു ഡു വിത്ത് മൈ ട്രിങ്കറ്റ്. എൻ്റെ ട്രിങ്കറ്റിൻ്റെ കാര്യമില്ല, നീ ഒന്ന് തന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഞങ്ങളുടെ വംശത്തെ അവമാനിക്കരുത് നീ. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് എ ട്രിങ്കറ്റ്, സെഡ് അസം ഖാൻ. One end of your mustache is still up like my tiger mustache. നീ എന്താണ് കാണിച്ചാൽ ഞാൻ കാണാതെ പോകുന്നു വിചാരിച്ചല്ലേ? One end of your mustache is still up like my tiger mustache. എൻ്റെ ടൈഗർ മുസ്താഷ് പോലെ നീ നിന്റെ ഒരു കൊമ്പ് ഉയർത്തി വെച്ചിരിക്കുകയല്ലേ മീശയുടെ? Bring that end down. Bring that end also down so that there is no aping of your mustache of mine. There is no aping. Aping means imitating of my mustache of mine. എൻ്റെ മീശ നീ അനുകരിക്കട്ട. ഞങ്ങളുടെ വംശക്കാരുടെ, ഞങ്ങൾ മുഗൾ സാമ്രാജ്യത്തിലെ കൗൺസിലേഴ്സ് ആയിരുന്ന ഞങ്ങളുടെ വംശക്കാരുടെ മുസ്താഷ് നീ അനുകരിക്കണ്ട. ആ കൊമ്പൂടെ താഴ്ത്തി വെക്ക്. No can. They can. Assam Khan. Now can. Said the Madilender. I humbled myself because you are doing business with me. നീ ഒരു കാര്യം പറഞ്ഞു, ഞാനത് കേട്ടു. എന്താ കാര്യം? You are my customer. You are doing business with me. എന്നോട് കച്ചവടം ചെയ്യാമെന്നു. If you are pledging some more expensive jewelry, I might consider obliging you. നീ എന്നോടൊരു ബിസിനസ് ചെയ്തപ്പോൾ നീ പറയുന്ന ഒരു കാര്യം ഞാൻ അനുസരിച്ചു. ഇനിയിപ്പോൾ ഈ കൊമ്പൂടൊന്ന് താഴ്ത്തി വെക്കണമെന്ന് പറഞ്ഞ ഒരു കാര്യം ചെയ്യും. ഈ കാണാതെ ഈ മൂക്കുത്തി അല്ലത്തിലൂടെ നല്ല ഏതെങ്കിലും സ്വർണ്ണം ഉണ്ടെങ്കിൽ, സ്വർണ്ണം ഉരുപ്പിടി ഉണ്ടെങ്കിൽ കൊണ്ടുപോവാം, പണയം വയ്ക്കാം. അതോടൊപ്പം നിൻ്റെ ആഗ്രഹം ഞാൻ നടത്തി തരാം. ഈ കൊമ്പൂടെ ഞാൻ താഴ്ത്തി വയ്ക്കാം. If you are pledging some more expensive jewelry, I might consider obliging you, obeying you. Bring that tip down, Assam Khan roar. Bring it down. Bring the tip down, Assam Khan roared. Or I shall wring your neck. Ring, W-R-I-N-G, ring means skews. Or it is, നിന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് ഞാൻ തന്നെ ശ്വാസം മുട്ടിച്ച് പോലും പറഞ്ഞേക്കാം. Bring that tip down. അതുകൂടെ താഴ്ത്തി വെക്കടാ. All right. നീ ഇവിടെ കിടന്ന് അലറിയൊന്നും വേണ്ട. Seth Raman said. The next time you come to do business with me, I shall bring that tip down. നീ പോയൊരു കാര്യം ചെയ്യും, അടുത്ത ബിസിനസ്സുമായിട്ട് പോവാം. അടുത്ത പ്രാവശ്യം നീ ബിസിനസ്സായിട്ട് വരുമ്പോൾ ഞാനത് താഴ്ത്തി വെച്ചോളാം. എന്താ പോരെ? അനുസരിച്ച് മണി ലെൻഡർ കണ്ണിങ്ങിലി എൻ്റെ സാധനം ഉരുപ്പടി എല്ലാം അടിച്ചു മാറ്റാനുള്ള മാർഗം എൻ്റെ കയ്യിലുണ്ട്. ഫൂളിഷ് ഫെലോ, സ്നോബ്, പൊങ്ങച്ചക്കാരൻ. നീ ഉരുപ്പടിയായിട്ട് വാ, അന്നേരം നോക്കാം. ആൻസർ the money lender cunningly. Assam Khan wanted to save the honor of his higher mustache by any means. Assam Khan wanted to save the honor of his higher mustache, the mustache which symbolizes his class, by any means. ഏത് മാർഗത്തിലൂടെയാണെങ്കിലും അയാളുടെ വർഗ്ഗക്കാരുടെ, അയാളുടെ വംശജരുടെ സിമ്പലായ ടൈഗർ മുസ്താഷിൻ്റെ മഹിമ നിലനിർത്തണം Assam Khan. So he brought a necklace. വീട്ടിൽ പോയിടി ആ നെക്ലേസ് എടുക്ക്, 10 നെക്ലേസ് ഞാൻ പിന്നെ മേടിച്ചു തരാം. എടുക്ക്, എനിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കും, ഇഞ്ഞെടുക്ക്. അവൾ ഭാര്യയുടെ അടുത്ത് നിന്ന് നെക്ലേസ് മേടിച്ചു. He brought a necklace from home and pawned it to Ramanand. He pawned it to Ramanand. അത് ആർക്ക് പണയം വെച്ചു? രാമാനന്ദന് പണയം വെച്ചു. No, will you that necklace?
Now when you bring the tip of your mustache down, ഇനിയെങ്കിലും നീ ആ മീശയുടെ കൊമ്പ് താഴ്ത്തി വെക്കുക. After they had settled the business, the money lender said, ശരി, ഇതിപ്പം നോക്കിയപ്പം 2 റുപ്യക്കുണ്ട്, 2 റുപ്യ നേടാം, മതി, 1 റുപ്യ ആയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ തന്നില്ലെങ്കിൽ വേണ്ട. Turn the tip of your mustache down. That is what I want. Now I shall carry out your will. നിന്റെ ആഗ്രഹം ഞാൻ നടത്തി തരാം. And he ceremoniously, ഒരു ചീർപ്പുണ്ടായിരുന്നു, ചീപ്പെടുത്തു, ceremoniously brushed the upturned tip of his mustache down. തൃപ്തിയായല്ലോ നിനക്ക്? Go to mustache. He ceremoniously brushed the upturned tip of his mustache down. ഉയർത്തി വെച്ചിരുന്ന ആ കൊമ്പ് താഴ്ത്തിയിട്ടു. As Assam Khan was walking away, however, he noticed that the other tip of the money lender's mustache had gone up. ഇയാളിങ്ങനെ കാനസ്കമൻ നടന്നു പോയായിരുന്നു. കുറച്ച് പോയിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് എന്താ കണ്ടതെന്ന് അറിയാമോ? the money lender was turning the other end of the mustache. ഇത് ഞാൻ ഈ കൊമ്പിങ്ങനെ ഉയർന്നിരിക്കട്ടെ, ഇതൊപ്പം താഴ്ചതല്ലേ, ഇതിന് ഉയർന്നിരിക്കട്ടെ, അത് ഉയർത്തിരിക്കുന്നത് കണ്ടു. As Assam Khan was walking away, however, he noticed that the other tip of the money lender's mustache had gone up. He turned on his feet. He turned on his feet and shouted, I shall kill you if you don't brush that mustache onto the shape appropriate to your position. നിന്റെ പൊസിഷൻ വ്യാപാരിയുടെ കച്ചവടക്കാരൻ്റെ ആ രീതിയിൽ ഗോട്ട് മുസ്താഷ് ആക്കിയില്ലെങ്കിൽ അട്ടിപ്പ് താഴ്ച തന്നെ കൊന്നുകളെ ഞാനിപ്പം ജയിലിൽ പോയാലും വേണ്ടില്ല. ഹീറോറുണ്ട്, ഞങ്ങളുടെ ടൈഗർ മുസ്താഷ് പോലെ വയ്ക്കുന്നോ, നീ ഒരു കൊമ്പ് വീണ്ടും ഉയർത്തിയല്ലേ, എന്നെ പറ്റിക്കല്ലേ, ഡേഡേ ഇവിടെ കിടന്ന് അലയ്ക്കാതെ. I wouldn't do it, Khan, even if you pawned all the jewelry you possessed to me. ഇല്ല, നിന്റെ വീട്ടിലുള്ള സർവ്വ ഉരുപ്പടികളും കൊണ്ടൊന്ന് പണയപ്പെടുത്തിയാലും ഞാൻ ഇത് താഴ്ത്തി വയ്ക്കുന്നത് പ്രശ്നമൊതിക്കുന്നില്ല. ഞാൻ ഈ മീശയുടെ ടിപ്പ് താഴ്ത്തി വയ്ക്കത്തില്ല. I wouldn't do it, Khan, even if you pawned all the jewelry you possessed to me, said the money lender. Khan said, I would rather lose all my remaining worldly possessions, my pots, my pans, my clothes, even my house, than see the tip of your mustache turned up like that, spluttered Assam Khan. തൊണ്ട ഇടറിക്കൊണ്ട് പറഞ്ഞു, സ്പ്ലട്ടേഡ്, ഗദ്ഗതം കൊണ്ട് Assam Khan said, why did he say, I would rather lose all my remaining worldly possessions, my pots, my pans, പാത്രങ്ങൾ, my clothes, even my house, than see the tip of your mustache turned up like that. ഞാൻ എൻ്റെ എല്ലാ സ്ഥാവരജംഗ വസ്തുക്കളും, എൻ്റെ വീട്ടിലെ പാത്രങ്ങളും കലങ്ങളും എൻ്റെ വസ്ത്രങ്ങളും എൻ്റെ ഈ കോട്ടും, ഞങ്ങളുടെ അഭിമാന സ്തംഭമായ ഈ കോട്ടും, ഞങ്ങളുടെ വീട് പോലും ഞാൻ ഇയാൾക്ക് നൽകാം. എന്നാലും ഇങ്ങനെ ഉയർത്തി വെക്കുന്നത് കാണാൻ എനിക്ക് ഇഷ്ടമല്ല. I don't want to see the tip of the mustache turned upward like this. അച്ഛാ സമ്മതിച്ചിരിക്കുന്നു. If you care so little for all your goods and chattels, ജംഗമ വസ്തുക്കൾ, you sell them to me. ഒരു കാര്യം, ഈ പണയമൊന്നും വേണ്ട. നിനക്ക് നിന്റെ അഭിമാനമാണ് വലുത്, നിന്റെ പൊങ്ങച്ചമാണ് വലുതെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നിന്റെ വീട്ടു സാധനങ്ങളും വീടും ആ 3 സെന്റ് വസ്തുവും എല്ലാം എനിക്ക് ഇനി വിറ്റ് എന്തെങ്കിലും തന്നേക്കാം. Then I shall turn the tip of my mustache down, and then I shall turn the tip of this mustache down. ഞാൻ താഴ്ത്തി വയ്ക്കുക, അതുവരെ താഴ്ത്തി വയ്ക്കത്തില്ല, ഞാൻ പിരിച്ചു വെച്ചോട്ടേ ഇരിക്കും. The landlord of the village supported this idea. അവിടെ ഇരിക്കുന്ന മരത്തണലിൽ വിശ്രമിക്കുന്ന ഒരു ഉച്ചയുറക്കത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന, CSTക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ലാൻഡ് ലോഡ് സപ്പോർട്ടഡ് ദിസ് ഐഡിയ. ഇതിനെ എന്ത് ചെയ്തു? സപ്പോർട്ട് ചെയ്തു. ദാറ്റ് ഈസ് ഫൈൻ, അത് നല്ല കാര്യം. But what proof have I that you will keep your word? Said Assam Khan, you oily lentilators never keep your promises. What proof have I that you will keep your word? നീ എൻ്റെ വാക്ക് പാലിക്കുമെന്ന് എന്താ ഉറപ്പുള്ളത്? എന്റെ എല്ലാം പിടുങ്ങിയിട്ട് നീ വീട്ടിൽ മീശ ഉയർത്തി വെച്ചാലോ? Said Assam Khan, you oily lentilators, you never keep your promises.
നീ പയറും മുതിരയൊക്കെ പുഴുങ്ങിത്തുന്ന ജീവിക്കുന്ന, കടലയൊക്കെ പുഴുങ്ങുന്ന ജീവിക്കുന്ന നീ ഒന്നും ഒരിക്കലും നിന്റെ വാഗ്ദാനങ്ങൾ പാലിക്കാറില്ല. അതിന് വിഷമിക്കണ്ട. ഒരു കാര്യം ചെയ്യാം, വി ഷാൽ ഡ്രൈ അപ്പ് എ ലീഡ്. നിന്റെ എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കളും എനിക്ക് കൈമാറുന്നു. ഞാൻ എൻ്റെ മീസ്, എൻ്റെ ആയുസ് വരെ, എൻ്റെ മരണം വരെ ഞാൻ താഴ്ത്തി ഗോട്ട് മുസ്താഷായി സൂക്ഷിച്ചോളാം. നമുക്കൊരു ഡീഡ് ഉണ്ടാക്കാം. വി ഷാൽ ഡ്രൈ അപ്പ് എ ഡീഡ്. ഒരു കരാർ നമുക്ക് ഉണ്ടാക്കാം. ഹിയർ ആൻഡ് നൗ, ഇപ്പം തന്നെ ഇത് ഉണ്ടാക്കാം. എൻ്റെ മനസ്സ് മറന്നാൻ കഴിക്കണം. സെറ്റ് ദി മണി ലെൻഡർ and we shall have it signed by the 5 elders of the village who are seated under the tree. ഈ മരത്തിൻ്റെ വശത്തിരിക്കുന്ന 2-3 ഫാമേഴ്സും ഈ മണി ലാൻഡ് ലോർഡും പ്രീസ്റ്റും എല്ലാം ഉൾപ്പെടെ ഒരു 5 എൽഡേഴ്സിനെ കൊണ്ട് നമുക്കിതിൽ ഒപ്പുവെപ്പിക്കാം സാക്ഷികളായിട്ട്. ഇയാൾ ഞാൻ ഒപ്പുവെക്കുന്നു, സാക്ഷികളായിട്ട് 5 പേരും എന്താ. and we shall have it signed by the 5 elders of the village who are seated under the tree. What more do you want? അതിൽ കൂടുതൽ എന്താണ് അവിടെ? ശരി, സമ്മതിച്ചിരിക്കുന്നു. പക്ഷെ മീശ, നിന്റെ മരണം വരെ നീ അത് ഉയർത്തി വയ്ക്കരുത്, ഞങ്ങളെ അവമാനിക്കാൻ. എ ഡോക്യുമെന്റ് വാസ് പ്രിപ്പയർഡ്. അവിടെയുള്ള പെറ്റീഷൻ റൈറ്ററെ കൊണ്ട് പരാതികളും അവലാദികളൊക്കെ എഴുതുന്ന ഒരുത്തിന് അവിടെ ഇരിപ്പുണ്ടായിരുന്നു മരത്തണലിൽ. അവനെ കൊണ്ടൊരു ഡോക്യുമെന്റ് അപ്പം തന്നെ എഴുതി ഉണ്ടാക്കി. എ ഡോക്യുമെന്റ് വാസ് പ്രിപ്പയർഡ് ബൈ വിച്ച് Asim Khan transferred all his household goods, വീട്ടു സാധനങ്ങളെല്ലാം ടു രാമാനന്ദ്. എല്ലാം, വീടും വീട്ടിലെ സർവ ജംഗമ വസ്തുക്കളും ആകെയുള്ള സ്ഥാവരം 3 സെന്റ് പുരയിടവും എല്ലാം ട്രാൻസ്ഫർ ചെയ്തു. ദി ക്ലവർ മണി ലെൻഡർ ലോവേഡ് ബോത്ത് ദി ടിപ്സ് ഓഫ് ഹിസ് മുസ്താഷസ്. രണ്ടും ഭംഗിയായിട്ട് താഴ്ത്തി വെച്ചു. ഒരു കാര്യയുടെ ഇത്തിരി ഫെവിക്കോളിഞ്ഞെടുത്തേ, ഒരിക്കലും പൊങ്ങാത്ത രീതിയിൽ നമുക്ക് പശ വെച്ച് വയ്ക്കാം. സന്തോഷമായല്ലോ. Asim Khan. What did he do? He now lowered both the tips of his mustache and kept them in the goat's tail appropriate to his Banya class. ഇയാളുടെ ബാനിയ ക്ലാസ്സിന് യോജിച്ച രീതിയിൽ, കച്ചവടക്കാർ യോജിച്ച രീതിയിൽ അത് മീസ് രണ്ടും താഴ്ത്തി വെച്ചു. Kept his tiger mustache upright. മീശൊക്കെ Asim Khan ഒന്നുകൂടെ തൻ്റെ മീശ പിരിച്ച് മുകളിലേക്ക് വെച്ചു. എന്നിട്ട് അവിടെ ഇരുന്ന വെസൽസിനോട് പറഞ്ഞു, My ancestors were sultans. എൻ്റെ പൂർവികര് സുൽത്താൻമാരായിരുന്നു, സുൽത്താൻമാർ. അതിനെ അനുകരിക്കാൻ നടക്കുന്നു ഈ പീറ 10 കാശുണ്ടെന്ന് കരുതി. പാരമ്പര്യമൊന്നും കാശ് കൊടുത്താൽ കിട്ടുന്നതല്ല. Then Khan kept his tiger mustache upright. ഒന്നുകൂടി Asim Khan പിരിച്ചു വെച്ചു. Ramanand and the others, others means landlord, priest and other farmers, laughed to see Khan give a special twist to his mustache. മീശ ഇങ്ങനെ പിരിച്ചു വെക്കുന്നത് കണ്ടപ്പോൾ അവരെല്ലാവരും പൊട്ടിച്ചിരിച്ചു. വിട്ടി പമ്പര വിട്ടി എന്ന് അയാൾ കേൾക്കാതെ അവർ ചിരിച്ചു. So Ramanand and the others laughed to see Khan give a special twist to his mustache as he walked away, maintaining his courageous, upright, ഉയർന്ന കൊമ്പനായ ടൈഗർ മുസ്താഷ് as the symbol of his ancient and noble family. It is considered to be the symbol of his ancient and noble family. ഇയാളുടെ അഫ്ഗാനിസ്ഥാനിലുള്ള പഴയ കുടുംബത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് ആ മീശയെ കണ്ടിരുന്നത്. ബട്ട് മീൻവൈൽ, പക്ഷെ നമ്മളെല്ലാവരും ഒരു കാര്യം ആലോചിക്കണം. മീൻവൈൽ ഹി ഹാഡ് ലോസ്റ്റ്. ഇനി അവൻ്റെ ഭാര്യയെയും കുട്ടികളെയും കൊണ്ടോ ഏതെങ്കിലും വാടക വീട് തേടിപ്പോയാൽ മതി, അഭിമാനത്തിൻ്റെ പേരിൽ, ആ ഫാൾസ് പ്രൈഡിൻ്റെ പേരിൽ. ബട്ട് മീൻവൈൽ ഹി ഹാഡ് ലോസ്റ്റ് ഓൾ ഹിസ് വേൾഡ്ലി ഗുഡ്സ് ആൻഡ് ഹാഡ് ബിക്കം എ പോപ്പർ, PAUPER, pauper, without money, moneyless person. പാപ്പരായ ആള്, ഒന്നുമില്ല, ഒരു സ്ഥാവരവും ജംഗമം പണമില്ല. So in this story, a pair of mustachios, Mulkraj Anandas exposes the folly of false pride, the foolishness of false pride.
ദി ഫോളി ഓഫ് ഫാൾസ് പ്രൈഡ്. ഫാൾസ് പ്രൈഡിൻ്റെ വിഡിത്തമാണ് ഇതിലൂടെ എടുത്തു കാണിക്കുന്നത് മുൽക്ക് രാജാനന്ദ് ഈ കഥയിലൂടെ. സോ ദിസ് ഈസ് ദി ഡിലൈറ്റ്ഫുൾ സ്റ്റോറി, എ പെയർ ഓഫ് മുസ്താഷ്യൂസ്.